പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ദീപ, സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ അഞ്ചേരി. എനിക്ക് 2022 ഫെബ്രുവരി മാസത്തിൽ ഹാർട്ട് ബീറ്റ് കൂടുകയും അങ്ങനെ ഹാർട്ട് ബീറ്റ് താളം തെറ്റുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഉണ്ടായി. കൊറോണ സമയത്തായിരുന്നു അതുണ്ടായത്. അതിനുശേഷം വീണ്ടും 1 വർഷം കൂടുമ്പോൾ ഈ രോഗാവസ്ഥ ഉണ്ടായി. അപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തുമ്പോഴാണ് ഇത് പൂർവ്വസ്ഥിതിയിലാകുമായിരുന്നുള്ളൂ. വീണ്ടും 6 മാസം കൂടുമ്പോഴും പിന്നീട് അടുക്കൽ ഈ ഒരു രോഗാവസ്ഥ ഉണ്ടായി. അപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ 2024 ഏപ്രിൽ മാസത്തിൽ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ അടുക്കൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് ഒഴിവാക്കാൻ മറ്റൊരു ട്രീറ്റ്മെൻറ്റായ RFA ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന്. അതായത് ഒരു നോഡ് കരിച്ച് കളയുന്നൊരു ട്രീറ്റ്മെൻറ്റാണത്. അപ്പോൾ അതിനുവേണ്ടി വിദഗ്ധ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞതനുസരിച്ച് എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ട് അത് എത്രയും വേഗം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ എൻ്റെ അമ്മച്ചി എനിക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുകയും ഇവിടേക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് പറഞ്ഞു 33 അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതനുസരിച്ച് അത്ഭുതങ്ങളുടെ ജപമാലയും ഷാലോം TVയിലെ എൽ റൂഹ ശുശ്രൂഷയും ഏകദിന കൺവെൻഷനും യൂട്യൂബിലൂടെ കണ്ട് അമ്മച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 2024 ജൂലൈ മാസത്തിൽ ഏകദിന കൺവെൻഷനിൽ റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ലിസി ഹോസ്പിറ്റലിലേക്ക് പോകുവാനിരിക്കുന്നതോ ആയ വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു എന്ന്. അതിനുശേഷം ഇപ്പോൾ 2 വർഷമായി, അതായത് 2024 ഏപ്രിൽ 20 ശേഷം ഈ ഒരു അസുഖത്തിന് വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നിട്ടില്ല. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുമില്ല. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടുമില്ല. ഇല്ല, എനിക്ക് 1-2 തവണ ഫീൽ ചെയ്തു. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഹാർട്ട് ബീറ്റ് നോർമലാണ്. വന്നിട്ടില്ല. നല്ലൊരു കൈയടി കൊടുത്ത 2 വർഷമായി ആ സൗഖ്യം കിട്ടിയിട്ട് 2 വർഷമായി. ഇത് കൂടാതെ എനിക്ക് മൈഗ്രെയിൻ തലവേദന, ഒരു 6 വർഷത്തോളമായി മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അത്ഭുതങ്ങൾ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാഫേൽ അച്ഛൻ പറഞ്ഞു, മൈഗ്രെയിൻ തലവേദന ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോളൂ, ഈശോ അനുഗ്രഹിക്കുന്നു എന്ന്. ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം തലവേദനയുടെ ശക്തി കുറഞ്ഞു തുടങ്ങി. മറ്റത് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ നേരം വരെ ശക്തിയായ തലവേദനയായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഷാലോം TVയിലെ എൽ റൂഹ ശുശ്രൂഷയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു മാത്സ് അധ്യാപികയുടെ തലവേദന ഈശോ സുഖപ്പെടുത്തുന്നു. അതിനുശേഷം ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, മൈഗ്രെയിൻ തലവേദന ഉണ്ടായിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതെ, നല്ലൊരു കൈയടി കൊടുത്തേക്കണ്ടോ. ദൈവജന ശുശ്രൂഷയിൽ വിളിച്ചു പറഞ്ഞു, ലിസി ഹോസ്പിറ്റലിൻ്റെ കാര്യം അത്ഭുതമായി വിളിച്ചു പറയുന്നു. എന്തൊരു വലിയ രോഗശാന്തി കിട്ടിയിരിക്കുന്ന അവൾക്ക് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി.